നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ വെനസ്ഡേ എപ്പിസോഡ് പ്ലസ് ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ അല്ലേ. ആസ് യൂഷ്വൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രാത്രിയാണ്, നിങ്ങൾ കാണുന്നത് രാവിലെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോ കിടക്കാം. അധികം കാര്യങ്ങളൊന്നുമില്ല. എന്നത്തെയും പോലെ എന്നത്തേക്കാളും കുറച്ചേ ടോപ്പിക്സ് ഉള്ളൂ, പക്ഷെ കാര്യങ്ങൾ ഒരുപാടുണ്ടായി. അപ്പോൾ കഴിയുന്നതും ചുരുക്കിയിട്ട് നമ്മൾ പറയും അല്ലേ. ഇത് സിജോ വന്നു. ഫസ്റ്റ് കാര്യം, നിങ്ങളിപ്പോൾ ഈ ബാക്കിൽ കാണുന്ന മെയിൻ എൻട്രൻസ്, അതായത് സിജോ വന്നു. വെൽക്കം ബാക്കിലേക്ക് നോക്കിയില്ലേ, എന്താ ചെയ്യുക. സൂപ്പറാണ്. തുടക്കം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ബാക്കിൽ എൻട്രൻസ്. ഇനിയിപ്പോൾ സൈഡിൽ ബാക്കിൽ കാണുന്ന വീഡിയോയിൽ പ്ലേ ചെയ്യുന്ന ഇതോ നിങ്ങൾ ബാക്കിൽ കാണുന്ന ഇനി നോക്കട്ടെ. വെൽക്കം ബാക്ക്. ഓക്കെ, അങ്ങനെ സിജോനെ വെൽക്കം ചെയ്തിട്ടുള്ള ആ ഒരു സംഗതിയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സിജോ തിരിച്ചെത്തി അല്ലേ ഇതോ. സിജോ തിരിച്ചെത്തി. സിജോന്റെ മനസ്സിൽ കുറെ കണക്കൂട്ടലുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി കേട്ടോ. സിജോന്റെ സ്പീച്ച് നല്ല രസത്തിൽ സംസാരിച്ചപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് സിജോ എന്താ പറഞ്ഞ സംസാരിച്ചപ്പോ സെന്റിമെന്റ്സ് വേണ്ട, എന്നോട് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, ഫിസിക്കൽ മെന്റൽ എല്ലാം ഞാൻ ഹെൽത്തി ആണ് അല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിക്കണ്ട, എന്നെ തോൽപ്പിക്കാൻ നോക്കൂന്ന്. അതെ, അതായത് അവന് എന്താ വെച്ചാൽ സിമ്പതിയും കാര്യങ്ങളൊന്നും വേണ്ട, അവനെ ചലഞ്ച് ചെയ്യുന്നു. അതായത് ഒരു കാട്ടുതീ ആയിട്ടാണ് മൂപ്പര് വന്നിട്ടുള്ളതെന്നു അറിയില്ല. കാട്ടുതീ ആയാലും വേറെ എന്തെങ്കിലും ആണെങ്കിലും സംഗതി ഗെയിം ഉഷാറാക്കിയാൽ മതി. അതെ, കണ്ടപ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു രസം തോന്നി. കുറച്ച് ഒന്നാമെന്ന് വെച്ചാൽ അങ്ങനെ പോയൊരു വ്യക്തി ആയതുകൊണ്ട് ഇത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രതീക്ഷ എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ റെഡ്യൂസസ് ജോയ്സ് ഇൻ ലൈഫ് എന്ന് പറയും. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സംഗതി കിട്ടിയില്ലെങ്കിൽ നിരാശ വരും. സ്വാഭാവികമായിട്ടും ഏതൊരു സംഗതിയിലും അതിനാ സംഭവം അല്ലേ ഇതോ. ഇതൊക്കെ ഞാൻ റിയൽ ലൈഫിൽ ഞാനോട് പറഞ്ഞിട്ടില്ലല്ലോ. അതാണോ ഈ ഇങ്ങനെ നോക്കിയെന്നെ മനസ്സിലായിണ്ടാവില്ലല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ തോന്നിയത്. വാട്ട് എവർ. അങ്ങനെ സിജോ തിരിച്ചെത്തി. സിജോ വന്ന സമയത്ത് സിജോ പറഞ്ഞില്ലേ, ലാലേട്ടൻ കൈ പിടിച്ചു, സോറി പറഞ്ഞു അല്ലേ. അതൊക്കെ ഒരു ഭാഗ്യല്ലേ. ലാലേട്ടൻ കൈ പിടിച്ചപ്പോ ഒരു സോറി ഉണ്ടായിരുന്നു ഇതിലെന്ന്. ലാലേട്ടൻ അതേപോലെ പിടിച്ചത് സത്യം. അത് ഭാഗ്യമായിട്ടോ ലാലേട്ടനെ. ബിഗ് ബോസ് ഒരു കൈ നോക്കണം, അടുത്ത ബിഗ് ബോസ് സീസൺ വീഡിയോ നോക്കാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഒന്നത്. അപ്പോൾ സിജോ വന്നിട്ടുള്ള മെയിൻ അട്രാക്ഷൻ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ജാസ്മിൻ സിജോൻ്റെ പുറകെ നടന്നു സംഗതികൾ അറിയാൻ വേണ്ടിയിട്ട്. സംഭവം ഒന്നല്ല, റസ്മിൻ വന്ന സമയത്ത് ഒരുവിധം ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ റസ്മിൻ ഇവരെ ഫ്രണ്ട് ആയതുകൊണ്ടും സംഗതികളെ കൊണ്ട് ഇത് ആദ്യം തന്നെ കയറി പറയാൻ വയ്യ, മനസ്സിലായില്ലേ. അപ്പം ഇന്ന് സിജോ വന്ന സമയത്ത് സിജോനോടുകൂടി സിജോനോട് സംസാരിക്കുന്ന സമയത്ത് ഇത് കഴിയുമ്പോൾ ഈ സംഗതികളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സിജോ വന്ന് പറഞ്ഞതാണെന്നൊരു ഇംപ്രഷൻ അവിടെ കൊടുക്കും. ജിൻഡോന്റെ സംശയം വളരെ കൃത്യമായിരുന്നു. കാരണം റസ്മിൻ എന്തൊക്കെയോ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് സിജോന്റെ പുറകെ നടക്കണു. ഞാൻ കളിക്കുന്നില്ലേ ചോദിക്കണു. അപ്പോഴേക്കും ബിഗ് ബോസ് ആകെ ചമ്മിച്ച് വിടണു. ക്യാമറയ്ക്ക് നോക്കിക്കണോ, ഇവൻ റൂമിന്റെ ഉള്ളിൽ കയറി ഡെന്നിൽ വന്ന് സിജോ ഡെന്നിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് പുറത്ത് ഇങ്ങനെ നോക്കിക്കപ്പം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ജാസ്മിനെ അത് കഴിഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു. ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, എങ്ങനെയായിരുന്നു ഞാൻ പുറത്ത് നോക്കും എന്തോ അല്ല അവള് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ നന്നായി ഗെയിം കളിക്കണ്ടോന്ന്. അപ്പൊ പറഞ്ഞു നീ കളിക്കണ്ട്. അല്ല ഞാൻ കാണുന്നതും എന്നെ അങ്ങനൊക്കെ തുടങ്ങിയപ്പോഴേക്കും ബിഗ് ബോസ് പറഞ്ഞു. അതാണ് ഈ ഒരു എക്സ്പ്രഷൻ ബിഗ് ബോസ് എല്ലാരും കൂക്കി എന്ന് മാത്രമല്ല, കൂട്ടത്തില് ഗബ്രി കൂക്കിയത് വലിയൊരു വിഷയമായിട്ട് അവിടെ. അപ്പൊ എന്താ വെച്ചാൽ ഇന്നത്തെ മെയിൻ വിഷയത്തിലേക്ക് കടക്കുവാനുള്ള ജാസ്മിനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടി. കാരണം ഗബ്രി കൂക്കിയ സമയത്ത് ആ ഗബ്രി പോയി പറയലും ഒരു വള്ളി വെച്ച് വീഴ്ത്താൻ നോക്കലൊക്കെ. അപ്പോഴാണ് ഗബ്രീനെ പിടിച്ചോണ്ട് പോയിട്ട് ഇതൊക്കെ സംസാരിച്ചത്. നേരത്തെ വീഡിയോ ചെയ്തില്ലേ, ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ നല്ല ചെറുതായിട്ട് പറയാം. നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞങ്ങളത് കണ്ടിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കിട്ടും. നമ്മുടെ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ പറയാൻ വിട്ടുപോയോന്ന് സംശയം. അതോ ഇനി പറഞ്ഞോ എന്നുള്ളത് അറിയില്ല, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതായത് സംഗതി ഈ ഒരു ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് തുടങ്ങി വെച്ചത് ആരാ വിധു? രണ്ടുപേരും കൂടി അല്ല, ശരിക്കും ആക്ച്വലി തുടങ്ങി വെച്ചതാരാ? ജാസ്മിൻ ആണോ ഗബ്രി ആണോ? രണ്ടാളും കൂടിയല്ലേ. എന്നാലും ഒരാളുണ്ടാവുമല്ലോ തുടങ്ങാൻ. അറിയില്ല അത് ജാസ്മിൻ ആണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അതെങ്ങനെയാ? അത് എനിക്കിൻ്റെതായ ഒരു സംശയം എനിക്ക് തോന്നിപ്പോ. രണ്ടുപേരും കൂടി അത് അറിയാനാണ് ഞാൻ ചോദിച്ചത്. ആരാ തുടങ്ങിയത് എനിക്കറിയാം. രണ്ടുപേരും കൂടിയാ ആരാ തുടങ്ങിയെന്ന് അറിയില്ല. അപ്പോൾ അവരോട് ചോദ്യം ചോദിച്ചതാണ്. രണ്ടുപേർക്കും ഇഷ്ടമാണ്. രണ്ടുപേർക്കും രണ്ടുപേർക്ക് എന്തോ ഒരു ഇഷ്ടം. നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറയാൻ അനുസരിച്ച് എന്താ പറയാൻ അറിയാം. ഇന്നത്തെ ജാസ്മിൻ്റെ
പെർഫോമൻസ് പ്ലസ് ഗബ്രിയുടെ പെർഫോമൻസ്. പക്ഷേ ഇന്ന് അതിൽ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെച്ചത് ഗബ്രിയാണ്. ഗബ്രി ജാസ്മിൻ ഇതൊക്കെ പറഞ്ഞു, ജാസ്മിനെ വേണ്ട, ജാസ്മിന് മനസ്സിലായി. ജാസ്മിൻ പോയി, ജാസ്മിൻ വീണ്ടും ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിൽ ഒതുക്കി അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഗബ്രി ഉണ്ടല്ലോ എന്തൊരു ഡ്രാമയെ കാണിക്കുന്നത്, എന്തോ വയ്യാണ്ടാവുക, വെള്ളം കുടിക്കുക, മെഡിക്കൽ റൂമിക്ക് ഒരു പെർഫോമൻസ് കാഴ്ചയൊക്കെ സമ്മതിക്കുന്നില്ല. ഞാൻ വേറൊരു സംഗതി പറഞ്ഞുകൊണ്ടിരുന്നു. ഇതോ അയ്യോ സോറി എന്നാ പറഞ്ഞോളൂ. ഇതാണ് എന്റെ ഒരു പെർഫോമൻസ് ഉണ്ടാവും ഇടയ്ക്ക്. അങ്ങനെ പറയല്ല മോശം, സോറി. അല്ല അതല്ല, ഞാനതല്ല. ഓ അങ്ങനെ പറയാൻ സമ്മതിക്കുന്നതാണ്. അല്ല ഞാനതല്ല, ഇത് ഈ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ഗബ്രീൻ്റെ ആ ഒരു വിഷമത്തിക്ക് പോകുന്നതിന് മുന്നേ ഒരു പോയിന്റ് ഇതിൽ പോകണം. കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്നുള്ള അറിയില്ല. ജാസ്മിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ജാസ്മിൻ വളരെ നല്ല ഗെയിമറാണ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, കാര്യങ്ങൾ വളച്ചൊടിക്കാൻ അറിയാം, അടിച്ചേൽപ്പിക്കാൻ അറിയാം. അത് കാരണം വെച്ചാൽ ഇന്ന് ജാസ്മിൻ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് ഇട്ടു തന്നു. അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം, ആരാണ് ഈ പ്രേമം തുടങ്ങിയത്, ഇന്നത്തെ വിഷയം ആരാണ് ഉണ്ടാക്കിയത്, ആരാണ് തേച്ചത്, ഇതിൽ ആരാണ് നിഷ്കളങ്ക, ആരാണ് ഇവിടെ ടോർച്ചർ ചെയ്യപ്പെടുന്നത്, ആരാണ് റിസീവിങ് എൻഡിൽ, ആരാണ് കോർണർ ചെയ്യപ്പെടുന്നത്, ആരാണ് സിമ്പതി അർഹിക്കുന്നത്. മനസ്സിലായോ? ഇന്നത്തെ എനിക്ക് തോന്നിയ സംഭവം കേട്ടോ. അതായത് ഇന്നത്തെ ജാസ്മിൻ്റെ ഈ പെർഫോമൻസ് വെച്ച് സംഭവം ഒരു കാര്യം ജാസ്മിൻ കുറച്ച് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിലേക്ക് കൺവേ ചെയ്തു. സൂക്ഷ്മമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രീനെ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അയ്യോ ജാസ്മിന് സിമ്പതി. കാരണം വെച്ചാൽ ജാസ്മിൻ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർ മറക്കുന്നൊരു സംഭവമുണ്ട്. പുറത്ത് അഫ്സൽ അമീർ എന്നിട്ടൊരു ഫാക്ടർ അല്ലേ ഇതും ആ ഒരു ചങ്ങാതി ഒപ്പം ഉണ്ടെന്നുള്ളത് ആരും ആലോചിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിപ്പിക്കലാണ് നമ്മളെ പരിപാടി. അപ്പോൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നു. അല്ല ഗബ്രി ആകെ തകർന്നു. ഗബ്രി ആകെ തകർന്ന് മെഡിക്കൽ റൂമിലൊക്കെ പോയി. എന്നിട്ട് ശ്വാസം മുട്ട എന്തൊക്കെയോ അവരുടെ ടെസ്റ്റ് അവർ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഡ്രാമയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എന്നിട്ട് അവന്റെ ഒരു ഡയലോഗും, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം, എന്നെ ഇവിടെ ഒരാൾക്കേ തകർക്കാൻ പറ്റുള്ളൂ, ഈ വീട്ടിൽ എന്നെ ഒരാൾക്കേ തകർക്കാൻ പറ്റുള്ളൂ, അത് ജാസ്മിനാണ്. ജാസ്മിൻ വിചാരിച്ചാൽ ഞാൻ തകരുന്നു. അത്രയ്ക്കും തകർന്നു എന്നിട്ട് ആള് തകർന്ന പോലെ അതായിരുന്നു മക്കളെ സംഗതി. ഇന്നിങ്ങനെ ഉന്തിത്തള്ളി മാറ്റിയ രണ്ടാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഇനി നാളത്തെ പ്രോമോയില് കണ്ണീര് തുടക്കുക. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ്. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നില്ല ഇനിയില്ല. കാരണം ജാസ്മിൻ അങ്ങനെയാ പറഞ്ഞത്. റസ്മിൻ ഉറപ്പിച്ച് പറഞ്ഞതാ ഇനിയില്ല, ഇനി അങ്ങനത്തെ ഒരു കണ്ണുകളിലൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ ആള് ഇന്ന് രാത്രി എന്താന്ന് പോയി ചോദിച്ച് ആശ്വസിപ്പിക്കാൻ നടക്കണ്ടായിരുന്നു. എന്നിട്ട് അവൻ വേഗം റൂമിൽ കയറി. പവർ റൂമിൽ കയറിയ പിന്നെ പിന്നാലെ കയറാൻ പറ്റില്ല. മുന്നൊരു കാര്യം പറയട്ടെ, ഈ പെട്ടെന്ന് രാത്രിക്ക് ഓടിക്കയറി. ഈ ഫേസ് ഇപ്പം നിങ്ങൾ ബാക്കിലാണ് കാണുന്നത്, ഈ ബാക്കിൽ തിരിഞ്ഞു നോക്കണ്ട. ഈ ഒരു നോട്ടം, ഇതെന്താ നോട്ടം എന്ന് മനസ്സിലായി എനിക്ക്? അവൻ റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ നോട്ടം ആരെയാ നോക്കുന്നത്? ആരാരെ നോക്കി? ജാസ്മിൻ റസ്മിനെ നോക്കിയ നോട്ടം. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇത് റസ്മിനും ജാസ്മിനും തമ്മിലുള്ള അറേഞ്ച്മെന്റ് ആൻഡ് സ്ക്രിപ്റ്റ് ആണോ? എൻ്റെ കുട്ടേട്ടാ, ഞാൻ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് സംഗതി ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ പോകുമ്പോ എനിക്ക് സംശയം, എനിക്ക് ഈ ഊടായ്പ സംശയങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. എനിക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. എനിക്ക് അറിയണ കാര്യമില്ലത്. എനിക്കൊരു ആംഗിൾ ഉണ്ട്, ഒരു ഊടായ്പ ആംഗിൾ ഉണ്ട്. കാരണം നമ്മൾ സ്വയം ഊടായ്പായിട്ടില്ല, നമുക്ക് തോന്നിപ്പോവും. കുറച്ചൊക്കെ നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോൾ ഇങ്ങനെ തോന്നിപ്പോവും. അത് അല്ല ഞാൻ വീണ്ടും ഒരു സ്ക്രിപ്റ്റ് ഞാൻ ചിന്തിച്ചു. അതായത് റസ്മിനും ജാസ്മിനും കൂടി രണ്ടുപേരും കൂടി ഒത്തിട്ട് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇടയ്ക്കിടയ്ക്ക് എന്നിനുള്ളിലെ മഞ്ഞപ്പത്രക്കാരന് ഉണരും. ആയിക്കോട്ടെ, കുഴപ്പമില്ല, സമയം എടുത്തോളൂ. എൻ്റെ മൈക്കിലേക്ക് തുമ്മാതിരുന്നാൽ മതി. ഇവിടെ ചായ തുമ്മിയ ആൾക്കാരുള്ളപ്പോഴാണ് ക്യാമറയിൽ തുമ്മിന് പ്രശ്നം. എന്ത്? അത് അലർജി ഇഷ്യൂസ് ആണ്. വിധുവിന് അലർജി അങ്ങനെയല്ല ഞാൻ പറയണ്ടത്. വിധുവിന് അലർജി ഉണ്ട്. അലർജി ഇഷ്യൂസ് ആണ് കേട്ടോ. പോട്ടെ. അപ്പോൾ ഇത് ഉണ്ടായി. ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് എന്തോ ഒരു സംഗതി പറഞ്ഞു. ഉണ്ടായിരുന്നു ഡയലോഗ്. ഞാനത് ഒരു പ്രത്യേക ഡയലോഗാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ മറന്നുപോയി. സുരാജേട്ട സിനിമ പറഞ്ഞാൽ കൊച്ചു മനസ്സോ
അല്ല അല്ല എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അത് പറയും, ഇതിനാണ് ഞാൻ അതായത് ഇതൊന്നുമില്ലാതെ ഒരു കാര്യം നീ ഓർക്കണം റസ്മിൻ, എനിക്കും ഉണ്ട് ഒരു കൊച്ചു ഹൃദയം. ആ കൊച്ചു ഹൃദയമാണ് ഈ കണ്ടത്. അയ്യോ, നിങ്ങക്ക് കാണാണ്ടോന്ന് അറിയില്ല. അല്ലേ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കണ പോലെ തോന്നില്ലേ? മാനസികാവസ്ഥ എനിക്കറിയത് ശരിക്കും ചെലപ്പോ അല്ലെ സത്യം. ഇത് ഈ പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ ഈ പറമ്പിന്റെ കണ്ണ് തുറക്കാറുണ്ട്. ഇത് കണ്ണ് തുറക്കണ്ട ആവശ്യമൊന്നുമില്ല, അത് വെറുതെ സിഗ്നൽ ആണെന്ന് ദേഷ്യ വരണം. എന്തൊക്കെ കാട്ടിക്കൂട്ടണ. ഇനി നാളെ രാവിലെ ഉണ്ട് എല്ലാരും കൂടി പിന്നെയും ശരിയാവുള്ളൂ. അല്ല ഈ പിന്നെ നാളെ രാവിലേക്ക് ചാടി രാത്രിക്ക് ചാടി രാവിലേക്ക് ചാടി സമയമാവണേ ഉള്ളൂ. ഈ നോട്ടം എനിക്ക് മനസ്സിലായോ? എന്ത് നോട്ടാലേ, എന്തിനാ നോട്ടം? എന്ത് നോട്ടം? ഒരു നോട്ടം ഇല്ല, 10 ശരിയാതെ അഭിനയിച്ചിട്ടുള്ള. അത് പോട്ടെ. പിന്നെ നമ്മളെ ആസ് യൂഷ്വൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗബ്രി, എന്ത് ഗബ്രിക്ക് ക്യാമറയിൽ പോയി വയ്യാണ്ടായി, വിളിക്കുക. ഒരു സെക്കൻഡ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ചെന്നപ്പോഴേക്ക് അല്ല BP അപ്പാരറ്റസ് കയ്യും കൂടി കുത്തി ഇവിടെ ഉണ്ടോന്ന്, പിന്നെ തലകറക്കം BP ഒക്കെ കൂടിയിട്ട്, എനിക്ക് BP ഒക്കെ ഉണ്ട്, BP ഒക്കെ കൂടി തലകറക്ക പരിപാടിയോ പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് അപ്പാരറ്റസ് കയ്യുമ്പോൾ ചുറ്റിയിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാലൊന്നും ഇത് മാറൊന്നുമില്ല. മനസ്സെന്തോ ആയിപ്പോയത് അത്ര. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മനസ്സുണ്ട്. ഇജായി മനസ്സൊക്കെ ആയിട്ട് അവർ കളിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ അടിപൊളി ഫ്രെയിം ആട്ടോ ബിഗ് ബോസ് എടുത്തതിൽ. കാരണം ഗബ്രി അവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് ഇതിൽ വേറൊരു സംഭവം, ഒരു ഉന്നയിച്ച സംഭവം എന്താ എനിക്ക്, അതായത് ഇവള് പറഞ്ഞ കാരണം എന്താ, ഇവള് വയ്യാണ്ട് കിടന്നപ്പോൾ അവൻ ഗെയിമിൽ ആക്റ്റീവായി. പോസിറ്റീവ്നെസ് ആണോ അതൊക്കെ വർക്കൗട്ട് ആക്കിയത്? അല്ല, അവൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതെ അവള് വയ്യാണ്ട് കിടന്നപ്പോൾ ഇവനോട് അവിടെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബിഗ് ബോസ് പറഞ്ഞതാ. പിന്നെ ഇവൻ ഗെയിമിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യങ്ങളും അത്ര ഹാപ്പി ആയിട്ട് അവിടെ ഓടി നടന്ന് ചെയ്തു. അത് എന്നാലും ഞാനും ശ്രദ്ധിച്ചു കേട്ടോ. അവനെ സംബന്ധിച്ചിടത്തോളം അത് ബാധിച്ചിട്ടേ ഇല്ല. എല്ലാ ഗെയിമും നന്നായി പെർഫോം ചെയ്തു. അപ്സരയായിട്ടും അവരായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടായിരുന്നു നടന്നിരുന്നത്, അവർ ടീമായിട്ട്. അപ്പോൾ റസ്മിനും ജാസ്മിനും പറഞ്ഞു നേരെ തിരിച്ചായിരുന്നെങ്കിൽ ജാസ്മിൻ ചോദിക്കുക ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന്. അപ്പോൾ റസ്മിൻ പറയേണ്ടത് ജാസ്മിൻ അങ്ങനെ ചെയ്യില്ല. ജാസ്മിന് അന്ന് തന്നെ ഗബ്രിക്ക് മൂഡ് ഓഫ് വയ്യാന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ജാസ്മിൻ കരച്ചിലും ബീച്ചിലൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അത് ജാസ്മിൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് റസ്മിനും ജാസ്മിനും പറയണം. അപ്പോൾ ഗബ്രിക്ക് അതൊന്നൊരു വിഷയമല്ല എന്ന്, അതാണ് അവർ പറഞ്ഞു വന്നത്. എന്നിട്ട് അവള് പറയാം ഗബ്രിയാണ് അങ്ങനെ കിടക്കണെന്നുണ്ടാ വെച്ചാൽ ഞാൻ ഡോറിന്റെ പുറത്ത് ഒരു ചെയർ ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു ഇത്ര. ഇങ്ങനെ മറ്റൊന്നര കുറെ നേരം അവിടെ ഇരിക്കാൻ നോക്കി കേട്ടോ അവരെ കഥ. പിന്നെ ബിഗ് ബോസ് ഓടിച്ചു വിട്ടാണല്ലോ, പകർച്ചവ്യാധിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞോടുകൂടി പെട്ടെന്നാണ് എല്ലാവരും ഇരിക്കുമ്പോൾ സിജോ എന്നൊരു വിളി കേട്ടത് കേട്ടോ. സിജോ കണ്ടിരിക്കുന്നത് എന്ത് മുഖഭാവം നോക്കി, എന്താണെന്ന് അറിയാത്ത രീതിയിൽ സിജോ എണീറ്റ് നിന്നിട്ടുണ്ട്. മറ്റോ പോയി ബാത്റൂമിൽ കയറി ഇരിക്കേണ്ട അവിടെ ആ കുളിമുറിയിൽ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ശ്രീതു പിടിച്ച് തീപ്പിച്ചു. എന്നിട്ട് ഇതായി BP അപ്പാരറ്റസ് കൊണ്ടുപോയി നോക്കി. എന്താണ് ഈ രാത്രി സായിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആരെ അപ്സരേനെ കേട്ടീന്, അപ്സരനോട്ട് പറയുന്നുണ്ടല്ലേ. അതെ. പിന്നെ രാത്രി പിന്നാലെ കൈ പിടിക്കാൻ നോക്കി വീണ്ടും. പക്ഷേ ഗബ്രിച്ചൻ അപ്പോഴും വഴങ്ങിയില്ല. ഗബ്രിച്ചൻ വഴുതി മാറിപ്പോയി. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്ന്. വേറെ എന്താ ഇതൊന്നുള്ളത് പ്രത്യേകിച്ച്? പിന്നെ ലക്ഷ്മിനെ കെട്ടിപ്പിടിച്ച് കുറേ കരച്ചിലും പൊഴിച്ചിലൊക്കെ ഉണ്ടായി, കുറേ കാര്യങ്ങൾ പറയല്. മറ്റോ കണ്ണും പിടിച്ച് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ, ബെഡിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി ലൈവ് നോക്കണം അല്ലേ. അതിനിടയ്ക്ക് ഇവരെന്തിനത് ഇത് അതിനിടയ്ക്ക് എല്ലാം കഴിയുമ്പോൾ ഈ എന്താ പറയുക ഒന്നാ കിടക്കട്ടെ ഒരു ഐറ്റം സൈഡിൽ മറ്റേ എന്താ പറയുക പറയട്ടെ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലാണ് ഒരു കോംബോ ഒന്നും ഇഷ്ടാവാത്തത്. ഇവരെ കാണുമ്പോഴും അതെ ഈ അർജുനൊക്കെ എന്തിനാ അവിടെ നിൽക്കണത്, എന്തിനാ അർജുൻ അങ്ങനെ നടക്കണ അവിടെ, ഒരു കാര്യം പറയണില്ല. കാര്യം ഇപ്പൊ ശ്രീധുവിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു നിരുപദ്രവകാരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്താ സ്ഥിതി? ഒന്നുമില്ലല്ലോ. സായി പറഞ്ഞിട്ടൊരു ചോദിച്ചൊരു ഡയലോഗ് ഉണ്ട്. സായി ഫസ്റ്റ് കയറി ചെന്നപ്പോൾ സായിന് വാഴ്ത്തല്ല, ഇത് എന്തുകൊണ്ട് തമിഴ് ബിഗ് ബോസിൽ പോയില്ലാന്ന് ചോദിച്ചിട്ടുണ്ടോ? സത്യമാണിത്. മറ്റേ ഒരു ട്രോള് കണ്ടുവിട്ടെ ഞാൻ. എന്താ അറിയോ, എങ്ങനെ ടാസ്ക് മുടിഞ്ചു, പിന്നെ പവർ റൂം മുടിഞ്ചു ഈ മൊത്തം ബിഗ് ബോസ് എല്ലാം മുടിഞ്ച് ബിഗ് ബോസ് എന്ന്. സത്യം പറഞ്ഞാൽ മുടിഞ്ഞ മാതിരി തന്നെ. പിന്നെ ഒരു കാര്യം എനിക്ക് ഇന്നത്തെ ഇതിൽ പറയാണ്ട്, അതായത് കിച്ചൺ ടീമിലാണ് അൻസിബ, ജാസ്മിൻ, ജിൻഡോ. ആ കിച്ചണിൽ സത്യമായിട്ട് രാവിലെ തൊട്ടിട്ട് അധിക നേരം ഫുൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അൻസിബയാണ്. ശരിക്കും സങ്കടം തോന്നിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ ലൈവ് കണ്ടവർക്ക് അറിയുള്ളൂ, ഫുൾ ടൈം അൻസിബയാണ് കുക്കിങ്ങും എല്ലാം. ഒരു ഹെൽപ്പിന് ആ ജാസ്മിൻ എന്താ കൂടെ പോയി നിന്നിട്ട് കുക്ക് ചെയ്തെടുത്ത് പോയി നിന്നാൽ പോയി നിൽക്കണേ ഇല്ല. അത് ജാസ്മിനെ കുറ്റം പറയാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യമല്ല. ഹോട്ട്സ്റ്റാറിലൊക്കെ ഒരുപാട് പേര് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിന്തിച്ച ഈ കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അൻസിബ ഒറ്റയ്ക്കാണ് കുക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെ അതേപോലെ അൻസിബയ്ക്ക് നാളികേരം ചിരകി കിട്ടണം. അപ്പം ഉണ്ട് ചോദിക്കുന്നു
ജാസ്മിൻ ഒന്ന് വന്ന് ചെലവ് ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറയണ അൻസിബയോട് എനിക്ക് ഹെൽത്ത് അത്ര വയ്യല്ലോ, അതുകൊണ്ട് സ്ട്രെയിൻ എടുക്കാൻ എനിക്കത് പറ്റില്ല പറഞ്ഞു. അതിൽ അൻസിബ ശ്രീതുവിനോടും അപ്സരനോടും പറഞ്ഞു, ചിരകാൻ പറ്റുമോ, ചിരകാൻ ഒരാളെ കിട്ടുമോ ചോദിച്ചു. അപ്പോൾ ശ്രീതുവും അപ്സരയും ചോദിച്ചു, എന്താ ജാസ്മിന് പറ്റില്ലേ ചോദിച്ചു. എന്താ ജാസ്മിന് വയ്യ അത്രേ പറഞ്ഞു. അതിൽ അപ്സര ജാസ്മിൻ എന്ന് വിളിച്ചിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് ഒരുമാതിരി ചിരിച്ചു. ആ അപ്സരയുടെ ആ ചിരി കണ്ടാൽ എല്ലാവർക്കും ദേഷ്യം വരും. ഇതൊന്ന് മുഴുവനാക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്തു, ജാസ്മിൻ പറഞ്ഞു, ഓ ഞാൻ വന്നോളാം പറഞ്ഞിട്ട് പോയിട്ട് ചിരകാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു പണി എടുക്കാൻ പോകുന്നില്ല, ഫുൾ ടൈം എന്താ പറയുക അവിടെ ഇവിടെ ഇരിക്കുകയാണ്. ജിൻഡോയും അധികം ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. അൻസിബ മാത്രം കിച്ചണിൽ ശരിക്കും പാവം തോന്നും. ആ പാട്ടും പാടി ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൻസിബ ഒരു പാവാ തോന്നും പലപ്പോഴേക്ക്. ഞാൻ പറയാനായോ, ഞാൻ നേരത്തെ ഒരു റീ എൻട്രിക്ക് ശ്രമിച്ചു. മറ്റേ ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അല്ല അപ്സരനെ പറ്റി ഈ കുറ്റം പറഞ്ഞത് ഈ കമന്റുകൾ അപ്സരേനെ എവിടെയെങ്കിലും ഒരു ചാൻസ് ഇട്ടതൊക്കെ പറയാൻ ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ളൊരു നോട്ടവും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒക്കെ ആക്കിയിട്ട് എല്ലാം എനിക്ക് തന്നെ അറിയാന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്സ്. പിന്നെ പ്രൊമോയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ബ്രേക്കപ്പ്, നാളെ എന്താ പറയാ കൂടിച്ചേരല തോന്നുന്നു, കല്യാണം, പാലുകാച്ചൽ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ നാളെ പഞ്ഞി ഒരു മ്യൂസിക് പുലിവാൽ കല്യാണത്തിന് അല്ല നല്ലൊരു മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. വയലിൻ മ്യൂസിക് ഒക്കെ കണ്ണുനീർ തുള്ളിയൊക്കെ തട്ടി കളയുന്നുണ്ട്. അത്രയ്ക്ക് സൂപ്പറായിട്ട് നാളെ കാര്യമായിട്ട് ഫോക്കസ്. അല്ല പിന്നെ ഞങ്ങളെ വിചാരം ഇതൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാൻ ഭയങ്കര താല്പര്യം എന്നുള്ളത് തോന്നുന്നു കേട്ടോ. അതെ, താല്പര്യം ഉണ്ടോ ഇത്? പക്ഷെ കാര്യമായിട്ട് കണ്ടന്റ് തരുന്നത്. അപ്പം നാളെ തന്നെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട് അല്ലേ, നിനക്ക് എല്ലാവരും ഉണ്ട് ഗബ്രി, നീ വിഷമിച്ചിരിക്കുമ്പോൾ 10 ആള് അല്ല 9 ആളെങ്കിലും വരാണ്ടാവും, അതിൽ 10ാമത്തെ ആളായിട്ട് ഞാനും ഉണ്ടാവും. അതല്ലേ പറഞ്ഞു. പിന്നെ 11ാമത്തെ ആളായിട്ട് ഞാൻ നമ്പർ തെറ്റിപ്പോയി, 11ാമത്തെ ആളായിട്ട് ഞാനും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആരും ഇല്ല എന്നാ പറയണത്. എന്തൊക്കെ പക്ഷേ ഈ സംസാര ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അതിനുള്ള കഴിവുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും, ചില ആൾക്കാർ വളച്ചൊടിച്ചിട്ടാണെങ്കിലും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജാസ്മിൻ വളച്ചൊടിച്ചിട്ടൊന്നും മനസ്സിലാവും, പക്ഷേ ജാസ്മിൻ നന്നായി സംസാരിക്കുന്നുണ്ട്. ഗെയിമറാണ്, വളരെ നല്ല ഗെയിമറാണ്. അതിൻ്റെ ഒരു സ്വഭാവം കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ. വേറൊന്നുമില്ല, 17 മിനിറ്റ് കഴിഞ്ഞു പോയതു. എന്താ കഥ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും ഇവള് പറഞ്ഞിട്ട് സമയം കളഞ്ഞിട്ടുണ്ട്. ഞാനാണല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, പോട്ടെ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിനൊന്നും പഞ്ഞം വരുത്തരുത് ദയവ് ചെയ്തിട്ട്. നമുക്ക് ഈ ലൈക്കൊക്കെ ഭയങ്കര മനസ്സിന് നമുക്കൊരു അല്ലേ ഒരു പ്രചോദനമാണ് ലൈക്ക്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 40,000 ആവാനായി പറ്റുമെങ്കിൽ. പിന്നെ ഏറ്റവും വലിയ ക്ഷമാപണം പറയാനുള്ളത് എന്താ വെച്ചാൽ കറക്റ്റ് സമയത്തിന് കമൻസിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ സമയം 12 മണിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശേഷം 12:45 1 മണിയാവും. കിടന്നുറങ്ങുമ്പോഴേക്ക് 2 മണിയാവും. എല്ലാം വായിക്കാറുണ്ട്, എല്ലാം വായിച്ചിട്ടാണ് വെറുതെ കയറി ആട്ട് തന്ന് പോവില്ല. ഒരുവിധം പറ്റുന്നതിനൊക്കെ നമ്മൾ കമൻസിന് മറുപടി തരും. പിന്നെ ഇനിയിപ്പോൾ ഹോളിഡേ അല്ല വീക്കെൻഡിലൊക്കെ വരുന്ന അപ്പോൾ ഒക്കെ കൂടുതലായിട്ട് കമൻസിനൊക്കെ മറുപടി തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം, സപ്പോർട്ടിന് ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. വലിയ ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.